സജ്ജനങ്ങളെ, അഷ്ടമിരോഹിണി നാളിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? ആദ്യം ഒരു കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരിക്കൽ ശ്രീകൃഷ്ണ ഭക്തൻ ഭഗവാനോട് ചോദിച്ചു, ഗോവിന്ദ, രാമാവതാരത്തിൽ അങ്ങ് മധ്യാഹ്ന സമയത്താണ് ജനിച്ചത്, എന്നാൽ കൃഷ്ണാവതാരത്തിൽ അങ്ങ് ജനിച്ചത് അർദ്ധരാത്രിയിലാണ്. അവിടുത്തെ ജന്മദിനം ആഘോഷിക്കാൻ ഭക്തർക്ക് രാത്രി മുഴുവൻ ഉറക്കമൊഴിവാക്കേണ്ടി വരുന്നു. അപ്പോൾ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, രാമൻ ഒരു രാജാവാണ്, ഞാൻ കള്ളനാണ്. കള്ളന്മാർ രാത്രിയിൽ മാത്രമാണ് വരുന്നത്. ഭക്തവത്സനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനം അഷ്ടമിരോഹിണി നാളിൽ ആഘോഷിക്കുകയാണ്. ചിങ്ങമാസത്തിൽ അഷ്ടമിരോഹിണി നാളിൽ വസുദേവരുടെയും ദേവകിയുടെയും 8ാമത്തെ പുത്രനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ചുവെന്നാണ് വിശ്വാസം. അഷ്ടമിയും രോഹിണിയും ഒന്നിച്ചു വരുന്ന ദിവസം അപൂർവമാണ്. ഈ പുണ്യദിനം അഷ്ടമിരോഹിണി, ശ്രീകൃഷ്ണ ജയന്തി, ജന്മാഷ്ടമി, കൃഷ്ണാഷ്ടമി, ഗോകുലാഷ്ടമി എന്ന പേരുകളിലും അറിയപ്പെടുന്നു. ജന്മാഷ്ടമി നാളിൽ ഭക്തർ വ്രതം നോൽക്കുകയാണ്. അഷ്ടമിരോഹിണി ദിവസത്തിൻ്റെ തലേനാൾ സപ്തമിക്ക് മത്സ്യമാംസ ലഹരി വസ്തുക്കൾ തുടങ്ങി ഒഴിവാക്കി ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നു. ആരെയും ദ്രോഹിക്കാൻ പാടില്ല. ഭാഗവതം, ശ്രീകൃഷ്ണ കഥകൾ, വിഷ്ണുപുരാണം എന്നിവ പാരായണം ചെയ്യുന്നു. കഴിയുമെങ്കിൽ 2 നേരവും കുളിച്ച് ദേഹശുദ്ധി വരുത്തി നെയ്വിളക്ക് തെളിച്ച് ശ്രീകൃഷ്ണനാമങ്ങൾ, ശ്രീകൃഷ്ണ കവചം, രാധാകവചം, ശ്രീകൃഷ്ണ മന്ത്രങ്ങൾ എന്നിവ ജപിക്കുന്നു. 1 നേരം മാത്രം അരിയാഹാരം കഴിക്കുന്നു. മറ്റു നേരങ്ങളിൽ വിശപ്പടക്കാൻ മാത്രം ലഘുവായി ഗോതമ്പോ മറ്റു ഫലവർഗ്ഗങ്ങളോ കഴിക്കുന്നു. കൃഷ്ണഭക്തർ ഒരു ദിവസം മുഴുവൻ വ്രതാനുഷ്ഠാനം നടത്തുമെന്നും അടുത്ത ദിവസം അത് മുറിക്കുമെന്നും പ്രതിജ്ഞയെടുക്കുന്നു. ശ്രീകൃഷ്ണൻ്റെ ജന്മസമയം അർദ്ധരാത്രി വരെ ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുന്നതാണ് അഭികാമ്യം. ജന്മാഷ്ടമി നാളിലെ വ്രതം ഭക്തനെ ഭഗവാനിലേക്ക് അടുപ്പിക്കുകയാണ്. എല്ലാ വ്രതങ്ങളിലും വെച്ച് ഏറ്റവും മികച്ചതാണ് ജന്മാഷ്ടമി നാളിലെ വ്രതം. മറ്റൊരു വ്രതവും ഇതിന് തുല്യമാകില്ല. ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഭക്തർക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നു. ഇതുമാത്രമല്ല, ശ്രീകൃഷ്ണ ജന്മാഷ്ടമി നാളിലെ വ്രതാനുഷ്ഠത്തിലൂടെ ഒരാളുടെ ജീവിതത്തിലെ സന്തോഷവും സമൃദ്ധിയും വർദ്ധിക്കുന്നു. ഇതോടൊപ്പം ദീർഘായുസ്സും ലഭിക്കുകയാണ്. ജന്മാഷ്ടമി നാളിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രത്യേക അനുഗ്രഹം ലഭിക്കുവാനായി ഭക്തർ ആരാധനയ്ക്ക് ശേഷം ശ്രീകൃഷ്ണന് വെണ്ണയോ മറ്റു മധുരപലഹാരങ്ങളോ സമർപ്പിക്കുന്നു. ഇത് ചെയ്യുന്നതിലൂടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രത്യേക കൃപ നിങ്ങൾക്ക് ലഭിക്കും. മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ ദാനം ചെയ്താൽ ദാമ്പത്യ സന്തോഷം ലഭിക്കുന്നു. ജന്മാഷ്ടമി നാളിൽ നിങ്ങൾ ശ്രീകൃഷ്ണന് മയിൽപ്പീലികൾ സമർപ്പിച്ചാൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മെച്ചപ്പെട്ട ഗുണം ലഭിക്കും. ജന്മാഷ്ടമി ദിനത്തിൽ ശ്രീകൃഷ്ണ വിഗ്രഹം ഒരു ശംഖ് ഉപയോഗിച്ച് ഗംഗാജലത്താൽ അഭിഷേകം ചെയ്യുകയാണെങ്കിൽ ലക്ഷ്മി ദേവി പ്രസാദിക്കുകയും നിങ്ങൾക്ക് സമ്പത്തും ഐശ്വര്യവും വന്നു ചേരുന്നതുമായിരിക്കും. ജന്മാഷ്ടമി നാളിൽ അതിരാവിലെ എഴുന്നേറ്റ് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി മഞ്ഞപ്പൂക്കളുടെ മാല സമർപ്പിച്ചാൽ നിങ്ങൾ സമ്പത്തിനാൽ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ പ്രവൃത്തികൾ ആവർത്തിച്ച് തടസ്സപ്പെടുകയാണെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചെന്ന് ഒരു തേങ്ങയും 11 ബദാമും ജന്മാഷ്ടമി ദിവസം സമർപ്പിക്കാവുന്നതാണ്. ഇതിലൂടെ കാര്യ തടസ്സങ്ങളെല്ലാം നീങ്ങിക്കിട്ടും. നിങ്ങളുടെ ജോലിയിലെ തടസ്സങ്ങൾ നീക്കി അഭിവൃദ്ധിക്കായി ജന്മാഷ്ടമി നാളിൽ വെണ്ണയുണ്ടാക്കി ശ്രീകൃഷ്ണന് സമർപ്പിച്ചതിന് ശേഷം 9 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് വിതരണം ചെയ്യാവുന്നതാണ്. ജന്മാഷ്ടമി ദിനത്തിൽ ശ്രീകൃഷ്ണനെ ആരാധിച്ച ശേഷം ക്ഷേത്രത്തിൽ നിന്നും 1 രൂപ നാണയമെടുത്ത് നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കുക. ഈ പ്രവൃത്തിയിലൂടെ നിങ്ങളുടെ പേഴ്സ് ഒരിക്കലും ശൂന്യമാകില്ല. അഷ്ടമിരോഹിണി ദിവസം ഭക്തർ അർദ്ധരാത്രി വരെ ശ്രീകൃഷ്ണ കീർത്തനങ്ങൾ ചൊല്ലുകയും വ്രതമനുഷ്ഠിക്കുകയും ചെയ്യുന്നു. സന്താനഭാഗ്യമില്ലാത്തവർ ജന്മാഷ്ടമി നാളിൽ 41 തവണ സന്താന ഗോപാല മന്ത്രം ജപിച്ചാൽ ഇഷ്ട സന്താനപ്രാപ്തി ഉണ്ടാവുമെന്നാണ് വിശ്വാസം. ശ്രീകൃഷ്ണ ഭഗവാന് ജന്മാഷ്ടമി ദിനത്തിൽ തുളസിമാല സമർപ്പിക്കുന്നത് ധനാഭിവൃദ്ധി നൽകുന്നു. ഭാഗ്യലബ്ധിക്കായി ഭാഗ്യസൂക്താർച്ചന, സമ്പൽ സമൃദ്ധിക്കായി രാജഗോപാല മന്ത്രാർച്ചന, ഐശ്വര്യലബ്ധിക്ക് വിഷ്ണു സഹസ്രനാമ അർച്ചന, സന്താനലബ്ധിക്കായി സന്താന ഗോപാല മന്ത്രാർച്ചന എന്നിവയും ക്ഷേത്രത്തിൽ വഴിപാടായി നടത്താവുന്നതാണ്. ജന്മാഷ്ടമി ദിവസം ഭഗവാന് നെയ്വിളക്ക് സമർപ്പിച്ചാൽ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരും. നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ഉയർച്ചയ്ക്കായി നിങ്ങളോടൊപ്പം ഞങ്ങൾ എപ്പോഴും ഉണ്ടാകും. ഞങ്ങളുടെ ഈ ചെറിയ ചാനൽ ഇഷ്ടപ്പെട്ടാൽ പിന്തുടരുമല്ലോ.